ബോസഡൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടുവരാം. നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ രീതിയിൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകണം. നമ്മൾ നന്നായിട്ട് വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ശകലം പുളി നമുക്ക് കുതിർത്താനായിട്ടിടാം. ഇനി നമുക്ക് ഒരു 8-10 ചെറിയുള്ളി അതൊന്ന് നടുവേ കണ്ടിച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുപ്പൊന്ന് കത്തിച്ച് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, 2 കതിർപ്പ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് അല്ലാത്ത മുളക് പൊടി ഉപയോഗിക്കാം. ഇനി നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന വാളംപുളി അതിൻ്റെ നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1-1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5-10 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ആ പുളിവെള്ളത്തിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ തളിച്ചൊഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, ശകലം കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് എണ്ണ താളിച്ച് ഒഴിച്ചു കൊടുക്കാം. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഈ വഴുതനങ്ങ കറി. അധികം ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. 2-3 ഐറ്റം ഉപയോഗിച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു വഴുതനങ്ങ കറി പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കണ്ടുകൂട്ടാം.